എന്താണ് വൺ പേഴ്സൺ കമ്പനി? നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കമ്പനിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അതാണ് വൺ പേഴ്സൺ കമ്പനി. ആർക്കാണ് ഇത് അനുയോജ്യം എന്ന് നോക്കാം. സോളോ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്ന ആളുകൾ, പ്രൊഫഷണൽസ്, ഇതുപോലെയുള്ള ആളുകൾക്കാണ് OPC സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് നോക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നിങ്ങളുടെ പേഴ്സണൽ അസറ്റുകൾ ലയബിൾ ആവുന്നില്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് നിങ്ങൾ വേറെയാണ്, നിങ്ങളുടെ OPC വേറെയാണ്. ഒറ്റയ്ക്കാണെങ്കിലും കമ്പനി എന്നുള്ളൊരു സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ണർഷിപ്പ് ഫോർമാറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്ന് നോക്കാം. നമുക്ക് മറ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു കംപ്ലൈൻസ് മാറ്ററുകൾ കൂടുതലാണ്. നിങ്ങളുടെ ബിസിനസ് ഒരു വലിയ ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ OPCനെ പലപ്പോഴും നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവെർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ROC ഫയലിംഗ് മാൻഡേറ്ററി ആണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു നോമിനിയെ നിർദ്ദേശിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ് ആണ് OPC എന്നുള്ളത്. ഇപ്പോൾ വളരെ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളെ വെർച്വൽ CFO ആയി നിയമിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.